മാര്യത്തിൽ കിബിത്തി ആരാന്ന് പറയൂ? മോളാ? നിങ്ങളാണ് കേട്ടോ ഫ്രോഡ് ഇങ്ങനെ പറയണെങ്കിൽ. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? മാര്യത്തിൽ കിബിത്തി ആരാണ്? നിങ്ങൾ പറയേ. നിങ്ങളല്ല ഇസ്ലാമിനെ എന്നെ ഫ്രോഡാണെന്ന് അളക്കാൻ വന്ന നിങ്ങൾ പറയൂ. എന്ത് നിങ്ങൾ പഠിച്ച വിവരം വെച്ചിട്ട് പറയും. മാര്യത്തിൽ കിബിത്തി ആരാണ്? പറ. ലൈഫ് ലൈൻ വേണോ? ലൈഫ് ലൈൻ ഓപ്ഷൻസ് തരണോ? ഭാര്യ, മകൾ, വെപ്പാട്ടി. ഭാര്യ, വെപ്പാട്ടി, മകൾ, ഇതിലാരാണ്? എന്തോ People call me This is my entertainment. തൽക്കാലം 3 എണ്ണം തന്നല്ലോ, തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. ഓക്കെ, ഇനി വേറൊന്നുണ്ട്. ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആയിഷ കിടക്കയിൽ നോക്കിയപ്പോൾ മുഹമ്മദ് നബീനെ കാണാനില്ല. ഇപ്പം നമ്മളെ വീട്ടിലിപ്പോൾ ഭാര്യനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല. നമ്മളെന്താ വിചാരിക്കുക? മൂപ്പര് ഇനിയിപ്പോൾ വല്ല അടുക്കളയിൽ വല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ടാവും. അതുമല്ല ഇനിയിപ്പോൾ അഥവാ മൂത്രം ഒഴിക്കാൻ പോയി അവിടെ വല്ല തല ഇറങ്ങി വീണിട്ടുണ്ടാവും, കുറേ നേരമായല്ലോ പഠിച്ചോനെ എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ നാട്ടിലെ ആളുകൾ ചിന്തിക്കും. പക്ഷേ ആയിഷ ചിന്തിച്ച എന്താണ്? ഇതിപ്പോ എന്റെ കൂടെ കടന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് വേറെ ഏതോ ഒരു പെണ്ണിനെയോ പൂശാൻ വേണ്ടി പോയി എന്ന് മുഹമ്മദ് നബിയെ സംശയിക്കുന്ന ആയിഷനെയാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആഗോള മാതൃകയായിട്ടുള്ള ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പ്രവാചകനെ കുറിച്ചിട്ട് സ്വന്തം ഭാര്യ ആയിഷ മനസ്സിൽ കരുതിയ കാര്യമാണ് വേറെ ഏതോ പെണ്ണിനെ പൂശാൻ പോയിന്ന്. ഇതായിരുന്നു മുഹമ്മദ് നബിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് മുഹമ്മദ് നബി എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്നാ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞോളൂ. അറിയില്ല, എനിക്ക് അർത്ഥം അങ്ങനെ അറിയില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? മനസ്സിലാവും, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അറിയില്ല. ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവില്ലേ? ഇല്ല, മലയാളത്തിൽ പറഞ്ഞു. അത് ശരി, എന്നാ ഞാൻ ക്ഷമിച്ചു. കോയമാരോട് നമ്മൾ ക്ഷമിക്കണം. ക്ഷമ ഈമാനിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ശരി, അമ്മാവൻ പറയുന്നു, കോയ കേൾക്കുന്നു. അമ്മാവൻ പറയും, കോയ കേൾക്കും. ഓക്കെ, അപ്പൊ അത് കേൾക്ക്. I was among the captives of ബനു ഖുറൈള. ഞാൻ ബനു ഖുറൈളയുടെ സമയത്ത് പിടിക്കപ്പെട്ട ഒരാളായിരുന്നു. The companions of Prophet Muhammad, അതായത് മുഹമ്മദ് നബിയുടെ കൂട്ടാളികൾ, examined us, ഞങ്ങളെ പരിശോധിച്ചു, മുണ്ട് പൊക്കി നോക്കി. ആവേശക്കോയ ഇത് കഴിയുമ്പോൾ പോയിട്ട് കാണും. അമ്മാവൻ പറയും, കോയ കേൾക്കും. അമ്മാവൻ പറയും, കോയ കേൾക്കും. കോയ ഒന്ന് അടങ്ങ്, ഇത് മുഴുവൻ വായിക്കട്ടെ കോയ. അമ്മാവൻ പറയും, കോയ കേൾക്കും. The companions examined us. അത് മുളയ്ക്കാത്ത ആളുകൾ വെറുതെ വിട്ടു. I was among those who had not grown hair. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ അറ്റം പോകാതെ ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? അൽ ഖുറൈലി. എവിടെയാ പറഞ്ഞത്? സുനൻ അബി ദാവൂദ്, ഹദീസ് നമ്പർ 4404. പോയിരുന്ന 04. ഓക്കെ, സഹീഹായ ഹദീസാണ്. സഹീഹായ ഹദീസ് നിങ്ങൾ തള്ളിയാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്താകും. ഓക്കെ.